ആ മരുന്ന് എടുത്തോളൂ. അതെ, സൂര്യയുടെ കാര്യത്തിലെ എന്നെക്കാൾ ഉത്സാഹം നീ കാണിക്കണ്ട. എന്റെ ഭർത്താവിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ബാക്കിയുള്ള മരുന്നുകൾ കൂടി അരച്ചെടുക്കാം. പറഞ്ഞത് കേട്ടില്ലേ? പെട്ടെന്ന് പോയി അരച്ചെടുത്തോണ്ട് വാ. ചെല്ല്. ഇപ്പൊ അരച്ചോണ്ട് ചേച്ചി, വരുൺ ഇങ്ങോട്ട് വന്നായിരുന്നോ? ഇല്ല. ഇവിടെ ഉണ്ട്. രാധിക, ഇതല്ലേ മുക്കുറ്റി? അതെ. താഴെ വീണ മരുന്നെടുത്ത് വെക്കാൻ സഹായിക്കുകയായിരുന്നു. വരുൺ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ? വരുൺ ഈ ജ്യൂസ് കുടിച്ചേ. കുടിക്ക്. വരുൺ കുടിക്കാനല്ലേ പറഞ്ഞേ? ചേച്ചി, ഇനി മരുന്ന് എന്തെങ്കിലും വേണമെങ്കിൽ വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി കേട്ടോ. വെറുതെ വരുണിനെ ബുദ്ധിമുട്ടിക്കണ്ട. വാ വരുൺ. ഇത് ശ്യാമ മാഡത്തിന് അറിയോ? ശ്യാമ മാഡം അറിഞ്ഞോണ്ടല്ല, അറിയിക്കണം. ശ്യാമ ഇത് അറിയിക്കേണ്ടത് മാലിന്യാണ്. സത്യത്തിലിപ്പോ ആ ഭൂമി വിൽക്കേണ്ട ഒരാവശ്യമില്ല. എന്റെ ആവശ്യം ഞാൻ ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് ശ്യാമ അറിയുക എന്നതാ. എനിക്ക് മനസ്സിലായില്ല മാഡം. പ്രോപ്പർട്ടീസ് കൈകാര്യം ചെയ്യാനുള്ള അധികാരം ശ്യാമ എനിക്ക് വിട്ടു തന്നതാ. പക്ഷെ ആ അധികാരത്തിൽ ഒരു ക്ലോസ് ഉണ്ട്. ശ്യാമയുടെ മകളെ കണ്ടെത്തുകയോ കണ്ടെത്തിയ മകൾക്ക് 18 വയസ്സ് തികയുകയോ ചെയ്താൽ എനിക്ക് പിന്നെ ശ്യാമയുടെ സമ്പത്തിൽ ഒരധികാരമില്ല. ആ നിലയ്ക്ക് ഇങ്ങനൊരു വിൽപ്പനയ്ക്ക് ഞാൻ ശ്രമിക്കുമ്പോൾ മകൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ശ്യാമ അത് തടയില്ലേ? തീർച്ചയായും തടയും. ശ്യാമയുടെ തടസ്സത്തിന് ബലമുണ്ടെങ്കിൽ അതിനർത്ഥം ശ്യാമയ്ക്ക് ശ്യാമയുടെ മകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാമെന്ന. മാലിനിക്ക് എന്ത് തോന്നുന്നു? ഞാൻ ഇത്രയൊന്നും ചിന്തിച്ചില്ല മാഡം. എന്തായാലും മാഡത്തിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ശ്യാമയുടെ മകളെന്ന് പറയുന്നത് എനിക്ക് ഈ ഭൂമിയിലെ വെറും ഒരു പെൺകുട്ടിയല്ല, എന്റെ എക്കാലത്തെയും ശത്രു. അവളെ എനിക്ക് കണ്ടുപിടിച്ചല്ലേ പറ്റൂ. മാലിനി എത്രയും പെട്ടെന്ന് ഇത് ശ്യാമയെ അറിയിക്കണം. എന്നിട്ട് ശ്യാമയുടെ റിയാക്ഷൻ എന്നെ അറിയിക്കണം. എന്തായിട്ടേ കാണിക്കുന്നേ? ഞാൻ വെള്ളം എടുക്കാൻ. എന്തെങ്കിലും വേണമെങ്കിൽ ഏട്ടത്തിയോട് പറഞ്ഞാ പോരെ? അല്ലെങ്കിൽ എന്നെ വിളിച്ചൂടെ? ഞാൻ 1-2 തവണ വിളിച്ചു, കൽപ്പന കേട്ടില്ല. ഞാൻ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അത് സാരമില്ല കൽപ്പന. ഇപ്പൊ നടക്കുന്ന ചികിത്സയില് രാജ്ഞിക്ക് വിശ്വാസമുണ്ടോ? എനിക്ക് വിശ്വാസമുണ്ടോ ഇല്ലയോന്നല്ല, ഏട്ടനാദ്യം ഇതിലൊക്കെ വിശ്വസിക്കാൻ. എന്നാലേ ഇത് ഫലിക്കും. അതിന് ഒരു കാര്യം കൂടിയുണ്ട്.
ഉം. ഇത് ഞാൻ എപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതാ. എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഇതിനോട് പറയാം. അപ്പൊ തന്നെ പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. ഏട്ടാ, ഏട്ടന് എന്തേലും പേടിയോ ചികിത്സയെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടാവുകയാണെങ്കിൽ ദാ ഇത് കയ്യിൽ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചാൽ മതി. താങ്ക്സ് രാധിക. ഏട്ടൻ നോക്കിക്കോ, ഞങ്ങൾ ഏട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തും. അല്ലേ അടുത്തേ?